യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിക്കുമോ? ഈ ട്രംപ് ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ച് 10-12 മണിക്കൂറിന് ശേഷം ലോകം പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം അതാണ്. യുദ്ധഗതി മാറ്റിവിടാനുള്ള ട്രംപിൻ്റെ തന്ത്രമായിരുന്നോ അത്? ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായി എന്ന് ട്രംപ് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രത്യേകിച്ചും ഇറാൻ അത്തരമൊരു കാര്യം നിഷേധിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ ഒന്നാകെ തെറ്റുകയാണോ? സമാധാനത്തിന് പ്രേരിപ്പിച്ചത് ഡിമോണയിലെ, അതായത് ഇസ്രായേലിൻ്റെ വളരെ പരമപ്രധാനമായ കേന്ദ്രമായ ഡിമോണയിലെ ഇറാൻ ആക്രമണമാണോ? ഇറാൻ്റെ പ്രതിരോധ വീര്യം US-നെയും ഇസ്രായേലിനെയും അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇറാൻ സമാധാനത്തിന് വഴങ്ങാനുള്ള സാഹചര്യമുണ്ടോ? വളരെ വേഗം വിജയം കൈവരിച്ച് അവസാനിപ്പിക്കാമെന്ന് US-ഉം ഇസ്രായേലും കണക്കുകൂട്ടിയ സൈനിക നടപടിയാണ് അവർ വിചാരിക്കാത്ത നിലയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാനുമായി ചർച്ച നടത്തിയെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഇത് ആരുമായാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നില്ല. ഒരു പരമോന്നത നേതാവ് എന്ന് മാത്രമാണ് പറയുന്നത്. ഇതിനിടയിലാണ് ഈ പ്രഖ്യാപനം വരികയും ലോകരാജ്യങ്ങൾ വീണ്ടും കബളിപ്പിക്കപ്പെടുകയും ചെയ്തത്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇത് ട്രംപിൻ്റെ പല പ്രസ്താവനകളെക്കുറിച്ച് നമ്മൾ ഈ ഫ്ലോറിൽ പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട്. ഒന്നും വിശ്വസിക്കാവുന്നതായിരുന്നില്ല. പിന്നീട് മാറ്റി പറയുന്ന ഒരാളാണ്. 48 മണിക്കൂറിനുള്ളിൽ ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ നേതാവാണ് വളരെ പെട്ടെന്ന് ഞങ്ങൾ വെടിനിർത്താൻ പോകുന്നു എന്ന് പറയുന്നത്. പക്ഷേ അതിനുള്ള യാതൊരു സൂചനകളും ഇപ്പോൾ ഇല്ലല്ലോ. ആ പ്രഖ്യാപനം വെറും പാഴ്വാക്കാകുന്ന നിലയിലല്ലേ കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഇപ്പോഴും പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങളെല്ലാം ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കിടെ 26 ഡ്രോണുകളാണ് നശിപ്പിച്ചതെന്നാണ് വിവരം. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും പ്രതിസന്ധികൾ രൂക്ഷമാണ്. ഖത്തറിൽ ഒരു വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നുള്ള അറിയിപ്പുണ്ട്. അതായത് ഈ ഒരു ഡ്രോണിൽ നിന്നുള്ള അവശിഷ്ടം വീണ് അവിടെ ഒരു വൈദ്യുതി നിലയം അതിന് കേടുപാടുകൾ സംഭവിക്കുകയും തുടർന്ന് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. കുവൈറ്റിലും ഇത്തരം സമാനമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുള്ള മറ്റ് മെയിൻ്റനൻസ് നടപടികളെല്ലാം നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലും ആക്രമണം നിലവിൽ രൂക്ഷം തന്നെയാണ്. ഈ ആക്രമണങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. ട്രംപിൻ്റെ ആ പ്രസ്താവനയ്ക്ക് പിന്നാലെ 5 ദിവസം വെടിനിർത്തൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പശ്ചിമേഷ്യ ഒട്ടാകെ ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഒരു പാഴ്വാക്കാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരമൊരു ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് പല ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് അദ്ദേഹം തന്നെ പറയുന്നത് ഇത് വെറും ഫേക്ക് ന്യൂസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതായി BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് US-ൻ്റെ ഈ തന്ത്രം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ വില നിയന്ത്രിച്ച് നിർത്താനും അതുപോലെ തന്നെ ഈ കൂടുതൽ ആയുധ ശേഖരത്തിനും അതുപോലെ തന്നെ പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനയാനുമുള്ള ഒരു സമയം കണ്ടെത്തുക എന്നതാണ് അമേരിക്കയുടെ ഈ ഒരു വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അമേരിക്ക തങ്ങളുമായി യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ട്രംപിൻ്റെ ഈ പരാമർശത്തിന് പിന്നാലെ തുടർന്ന് വന്നിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. പാകിസ്ഥാൻ ഈ ഒരു സമാധാന ശ്രമത്തിന് മധ്യസ്ഥത വഹിക്കുന്നു. അതുപോലെ തുർക്കി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. തുർക്കിയും അതുപോലെ ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഈ സമാധാന ചർച്ചകൾക്കുള്ള ഒരു മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ്. അതുപോലെ ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ച നടക്കും എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത്. ട്രംപിൻ്റെ ആ വാദത്തിന് പിന്നാലെ ഇന്നലെ ക്രൂഡ് ഓയിൽ വില 10% കുറഞ്ഞ് $90 പെർ ബാരൽ എന്നുള്ള നിലയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഇറാൻ അത് നിഷേധിച്ചതോടെ ക്രൂഡ് ഓയിലിൻ്റെ വില അത് വീണ്ടും കുതിച്ചുയരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അജയ്, അതായത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.